അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഈ ചെടിയൊക്കെ പ്രൂൺ ചെയ്തിട്ട് ഇതിന്മേൽ നല്ല പൂക്കളുണ്ടാകും. കൊങ്കിണി പൂവ് എന്നാണ് ഇതിന് പറയാം. നമ്മളിവിടെ പൂച്ചെടി എന്ന് പറയും. കൊങ്കിണി എന്നാണ് എല്ലാവരും പറയാൻ തോന്നുന്നു കേട്ടോ. അതുപോലെ പൂച്ചെടി ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്താണ് കേട്ടോ. കട്ട് ചെയ്തിട്ട് എല്ലാ പൂക്കളും നല്ല എല്ലാ കൊമ്പുമേലും നല്ല പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇതിൻ്റെ ഈ മഞ്ഞുണ്ട്, അതുപോലെ തന്നെ നമ്മളടുത്ത് ഇതിൻ്റെ ഒരു 4 കളറുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കളറാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഇലക്കന്നെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇല ഇതിലൊക്കെ വെള്ള ഒരു ഷെയ്ഡ് ഉണ്ട്, പച്ചമൊരു വെള്ള ഷെയ്ഡ് ഉണ്ട്. ഇതിൻ്റെ പൂ നല്ല കടുത്ത റെഡ് കളറാണ് കേട്ടോ. ഇത് ഉണ്ടാകുമ്പോൾ തന്നെ വേറൊരു കുറഞ്ഞൊരു മഞ്ഞ ഷെയ്ഡ് ഉണ്ടെങ്കിലും ഇത് നല്ലൊരു റെഡ് കളറാണ്. പിന്നെ മൂന്നാമത്തെ കളറ് ഇതാണ് കേട്ടോ. ഇത് നമ്മൾ എല്ലായിടത്തും കാണുന്നതാണ്, റോഡുമേലൊക്കെ സുലഭമായിട്ട് കാണുന്നതാണ്. ഇത് നമ്മളടുത്ത് വെള്ള ഉണ്ട് കേട്ടോ. അത് പൂവിട്ടിട്ടില്ല. വെള്ള ചെറിയ തൈകൾ കൊടുന്ന് വെച്ചിട്ടുള്ളൂ, ചെറിയ കമ്പ് വെച്ചിട്ട് അത് പിടിച്ചിട്ടുള്ളൂ. അതിങ്ങനെ പിടിച്ച് വരണുള്ളൂ. ഇത് നമുക്ക് എല്ലായിടത്തും ഉള്ളൊരു കളറാണ്. പിന്നെ ഇത് വേറൊരു കളറാണ് കേട്ടോ. ഇത് കടും റെഡ് കളറാണ്. ഇതിൻ്റെ വിരിഞ്ഞ് വരണുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ട് പുതിയ ഇലകൾ ഉണ്ടായിട്ട് വരുവാണ്. ഇതിൻ്റെ കായുണ്ട്. ഇതൊരു കായ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാട്ടോ. നല്ലൊരു ടേസ്റ്റാണിത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു തെച്ചി മാതിരിയുള്ള ഈ ഒരു പൂവ്, ഇത് നല്ല ഇപ്പോൾ നമ്മളൊക്കെ വളം ചെയ്തിട്ട് ഇപ്പോൾ നല്ല പൂക്കളായി വന്നതാണ് കേട്ടത്. നല്ല കളറാണ്. നല്ലൊരു കൊലകൊലായിട്ടുണ്ടാവും ചെയ്യും. നല്ലൊരു കാണാൻ ഭംഗിയുള്ളൊരു കളറാണിത്. ഇവൻ നിറയെ പൂക്കളുണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാ കൊമ്പുമേലും പൂവുണ്ട്. ഇതിൻ്റെ കമ്പ് നട്ടിട്ടും കായ വിത്ത് പാവിട്ട് നമുക്ക് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് ഒരു പെട്ടെന്ന് പിടിക്കണ കൊമ്പ് അത്ര പെട്ടെന്ന് പിടിക്കില്ലെങ്കിലും കായ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പാവിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു മുളയ്ക്കണ ഒരു വിത്താണ് ഇതിൻ്റെ. പിന്നെ നമ്മളെ അടുത്തുള്ളത് മുസാണ്ട വർഗത്തിൽപ്പെട്ടൊരു ചെടിയാണ് കേട്ടോ. അത് നല്ല റെഡ് കളറാവും കേട്ടോ. അത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള വലിയ മരമായിട്ട് പോകണത് ചട്ടിയിൽ വേണമെങ്കിൽ. നമ്മളിത് ചട്ടിയിലാണ് ഉണ്ടാക്കിയത്. ഇതിലിപ്പോൾ നമ്മൾ കുറച്ച് വളം ഇട്ടതുകൊണ്ടാണ് ഇതിപ്പോൾ എത്ര ഉഷാറായിട്ട് ഉണ്ടാവുന്നത് കേട്ടോ. ഇങ്ങനെന്തോ വന്ന് ഇരുന്നിട്ട് അതിൻ്റെ കൊമ്പ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ നല്ല കളറാവും കേട്ടോ. അത് ഇപ്പോൾ നമ്മൾ വളം ചെയ്തിട്ട് ഉള്ള പുതിയ അത് വരുന്നത് തളിര് വരുന്നതൊക്കെ ഇപ്പോൾ പൂവാണ്. ഇത് പൂവ് എന്ന് പറഞ്ഞാൽ അത് കളറാവുന്നുണ്ട്. അത് ഇതിൻ്റെ ഇലകളാണ് ഈ റെഡ് കളറാവുന്നത്. അല്ലാതെ ഇത് പൂവിടണമല്ല. മുസാണ്ടൊക്കെ ഇലകളാണല്ലോ കളറാവണത്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പുതിയ പൂക്കൾ വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഇത് കണ്ടില്ല, ഇതിൽ 2 കളറാണ്. ഇതിൽ വെള്ളമുണ്ട്, റോസ് ഉണ്ട്. 2 കളറാണ് ഈ ഒരു ചട്ടിയിലുള്ളത്. അതുപോലെ തന്നെ ഇത് വേറെ ഇതൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഫുള്ള് നമ്മൾ വളം ഇട്ട് കൊടുത്തിട്ടോ. അതുകൊണ്ടാണ് ഇതൊക്കെ എത്ര ഉഷാറായിട്ടുണ്ടാവുന്നത്. വളം ചെയ്തിപ്പോൾ ഇത് നല്ല റെഡ് കളറാണ് കേട്ടത്. ഇനി നന്നായിട്ട് ഇപ്പോൾ ഒരു 2-3-4 ദിവസം കൊണ്ട് ഇത് നന്നായിട്ട് വരുമ്പോൾ കാണാൻ നല്ല ഒരു ഭംഗിയാവും. അതായത് നമ്മൾ തണലത്തേക്ക് വെച്ചപ്പോൾ ഇത് കുറച്ച് കാണാൻ ഉഷാറായിട്ടുണ്ട്. നല്ല കളറ്, ഇതിൻ്റെ ഒറിജിനൽ കളർ ഇതാണ്. പിന്നെ ഈ ഭാഗത്ത് നമ്മൾ ഇത് അരളിയാണ് കേട്ടോ. അത് നമ്മൾ നാടൻ അരളിയാണ്. ഇത് 3 ലെയറാണ് ഇതിനുണ്ടാവുക. 3-4 ഏതെല്ലാം ഇതിനുണ്ടാവുള്ളൂ. ഞാനിന്ന് ഇന്നലെ ഇട്ട വീഡിയോ അതിൽ വേറെ ഒരു റോസിൻ്റെ മാതിരി ഒരുപാട് ഇതിലുള്ള ഒരു ഇത് കണ്ടിട്ടുണ്ടല്ലോ. കാണാത്തവർക്ക് ഇന്നലത്തെ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാവുന്നതേ ഉള്ളൂ. അത് അതിൻ്റെ ആ ഒരു ചെടി ഇതുമായിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് തെച്ചി കേട്ടോ. തെച്ചി ഇത് റോസ് കളറാണ്. ഇതിപ്പോൾ അതിൻ്റെ ആ കാലാവധി കഴിഞ്ഞിട്ടുള്ള പൂവാണ്. ഇതാണ് അതിൻ്റെ ഒറിജിനൽ കളർ. ഇതാണ് കേട്ടോ.
ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ചെടിയിൽ പിന്നെ ചട്ടിയിൽ നിന്ന് വല്ലാതെ പൊങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്താണ് കേട്ടോ. പിന്നെ ഈ ചെടി ഇതിൻ്റെ പൂവ് ഇപ്പോൾ എന്താണെന്ന് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇതിന്മേൽ ഇതുവരെ പൂവ് ഇട്ടിട്ടില്ല കേട്ടോ. ഇത് ആദ്യം പൂവുണ്ടായിരുന്നു, നമ്മൾ വാങ്ങിക്കൊടുന്നപ്പോൾ പൂവുണ്ടായിരുന്നു. ഇത് നല്ല കാണാൻ ഭംഗിയുള്ളൊരു പൂത്തിരീൻ്റെ മാതിരിയുള്ളൊരു പൂവാണ് ഇതിന്മേൽ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതൊരു വെള്ള തെച്ചിയാണ്, ഇതിന്മേൽ പൂവായിട്ടില്ല. പിന്നെ ഇവിടെ പിന്നെ ഇതൊരു ഇലച്ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പിന്നെ കാണാൻ നല്ല ഭംഗിയുള്ള പല കളറും ഇതിന്മേൽ അങ്ങനെ വരുന്നത്, പല ഡിസൈനും ഒരു 4 കളറ് ആയിട്ട് 4-5 കളറാവും കേട്ടോ ഈ ഇലകൾ. അപ്പോൾ കാണാൻ നല്ല ഇതിന് തന്നെ കളർ മാറ്റമൊന്നും കളർ ചേഞ്ച് ഒന്നും വരില്ല. ഇങ്ങനെ കട്ടായിട്ട് നമുക്ക് വെട്ടി നിർത്തുക, ഒറ്റക്കും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിനും പിന്നെ ഒരു 2-3 കളറായിട്ട് വരും കേട്ടോ. ഇപ്പോൾ 2 കളറുള്ളൂ ഇതിന്. ഇതിൻ്റെ ഈ ഇലക്കൊക്കെ ഇങ്ങനത്തെ ഒരു പിന്നെ ഇതുപോലുള്ള പിന്നെ കളറ് വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ ഇത് നമ്മളെ തെച്ചിയാണ് കേട്ടോ. തെച്ചി മഞ്ഞ തെച്ചിയാണ്, അതിൻ്റെ ഇലയും മഞ്ഞയാണ്, അതുപോലെ തന്നെ പിന്നെ പൂവും മഞ്ഞയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഈ മഞ്ഞ ഒരു കേടാണെന്ന് കരുതിയിട്ടുണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇല പച്ചാവാൻ സാധ്യത ഉണ്ട്. ഇത് കണ്ടില്ല, അപ്പോൾ ഇവിടെയൊക്കെ പിന്നെ പച്ച ഇലകളാണ് ഇപ്പോൾ ഇത് പിന്നെ കാണുന്നത്, പിന്നെ ഇപ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി ഉണ്ടാവുന്നത് ഫുള്ള് പച്ച ഇലാൻ സാധ്യത ഉണ്ട്, അതിനുള്ളൊരു മരുന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ല, ഇത് ഈ ഇലച്ചെടി നല്ല കളറാണ് കേട്ടോ. അപ്പോൾ അത് ഫുള്ള് മഞ്ഞായിട്ടാണ് ഇപ്പോൾ ഇത് വരുന്നത്. അടിയിലുള്ള പച്ചയും മഞ്ഞ ഷെയ്ഡ്, പിന്നെ ഇതിലുള്ളൊരു വേറെ കളറുണ്ട് ഇതിന് കേട്ടോ. ഇതിന് വരെ ഒരു 3-4 കളറാണ് ഈ ഒരു ചെടിക്ക് വരുന്നത്. ഇത് യൂഫോർബിയാണ് കേട്ടോ. യൂഫോർബിയ നല്ല പിന്നെ ഇതിന് എപ്പോഴും ഇതേമാതിരി പൂവുണ്ടാവും. അതാണ് ഈ ഒരു യൂഫോർബിയൻ്റെ ഒരു പിന്നെ ഒരു ഇത് പിന്നെ എന്താ പറയുക, ഒരു പ്രത്യേകത അതാണ്, എപ്പോഴും പൂവുണ്ടാവുന്നത്. അതുപോലെ തന്നെ അത് തെച്ചിയാണ്. തെച്ചി ഇതിന്മേ ഒരു റോസ് കളറാണ്. ഇത് ഒരുപാട് പഴയൊരു പിന്നെ പഴക്കം ചെന്ന ഒരു 10-11 വർഷമൊക്കെ ആയിട്ടുള്ള ഒരു പിന്നെ ഇതാണ് പിന്നെ ചെടിയാണ് കേട്ടോ. അതിൻ്റെ അടിഭാഗങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഒരുപാട് കാലം പഴക്കമുള്ള ചെടിയാണ്, നമ്മളടുത്ത് ഒരുപാട് മുൻപ് ഉള്ളതാണിത്. അതുപോലെ തന്നെ ഇതും കുറച്ച് പഴക്കം ചെന്ന ചെടിയാണ്. ഇവിടെ ഇതൊരു ഇലച്ചെടിയാണ് കേട്ടത്. ഇതിൻ്റെ വേറെ പിന്നെ നമ്മളെടുത്തുണ്ട്. ഇതിങ്ങനെ പല കളറും ആവുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇല കേട്ടോ. ഇത് ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു നല്ലൊരു റെഡ് കളറാവുന്നുണ്ട്, ഫുള്ള് റെഡായിട്ടും വരും. അങ്ങനെ പല വിധത്തിലും പല സമയത്തും പല കളറുമാണ് ഇതിനുണ്ടാവുക കേട്ടോ. ഇത് ഇപ്പോൾ എല്ലാ വീട്ടുകളിലും ഉണ്ടാകണതാണ്. പിന്നെ ഇതിപ്പോൾ എല്ലാവർക്കും അറിയണ ഒരു ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പിന്നെ ഇല ആദ്യമൊക്കെ ഇങ്ങനത്തെ ഈ ഒരു കളറ് കേട്ടോ. ഇപ്പോൾ വരുന്ന കളറ് പിന്നെ ഇതിനൊക്കെ ഒരു പ്രത്യേകത പിന്നെ ഒരു നടുവിലൊരു പച്ച ലൈനും 2 അടിയിലൊരു മഞ്ഞ കളറുമായിട്ട് ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇത് ഇലച്ചെടി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ്. യൂഫോർബിയ അത് റോസ് കളറാണ് ഇതിമുള്ളത് കേട്ടോ. റോസ് കളറ് ഇതിൻ്റെ ഈ നമ്മൾ പെട്ടെന്ന് വെയിലത്തേക്ക് മാറ്റിയപ്പോൾ അതിൻ്റെ ഇലക്കൊക്കെ ഒരു മഞ്ഞ കളർ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഏതായാലും അത് പിന്നെ അവിടെ തന്നെ ഇരുന്ന് ഒരു പ്രതിരോധ ശേഷി നേടുവോളം അങ്ങനെ തന്നെ നമ്മൾ വെയിലത്ത് തന്നെ വെക്കുക കേട്ടോ. ആദ്യം തണലിലായിരുന്നു, അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഇലക്ക് ഇത്ര മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ തെച്ചി പിന്നെ ഇത് പിന്നെ ഒരു പിന്നെ കാവി കളർ തെച്ചിയാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇത് പിന്നെ ഒരു നല്ല പിന്നെ പൂട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. ഇത് റോസ് കളറാണ് കേട്ടോ. അത് തെച്ചി ഇതൊക്കെ നമ്മുടെ അടുത്ത് ഒരുപാട് കാലം മുൻപുള്ള പിന്നെ അതാണ്. ഇതിൻ്റെ നമുക്ക് ഈ പിന്നെ അടിഭാഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരു 11-12 വർഷം പഴക്കമുള്ള ഒരു പിന്നെ ചെടിയാണിത് കേട്ടോ. ഇത് പിന്നെ അതിന്മേൽ പൂവുണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് കഴിഞ്ഞ് ഇത് പിന്നെ ഒരു മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും ഇതിന്മേൽ പൂവുണ്ടാകലുണ്ട് കേട്ടോ. അതിങ്ങനെ ഉണങ്ങും, പിന്നെ ഒരു പൂവിൻ്റെ കാലാവധി വരും, പിന്നെയും അതിങ്ങനെ വരും. പിന്നെ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ പുതിയ പൂവായിട്ട് വരുന്നുള്ളൂ. പിന്നെ അതുപോലെ ഇത് കണ്ടില്ല, ഇത് നമ്മളിപ്പോൾ പിന്നെ ഒക്കെ ഒന്ന് പ്രൂൺ ചെയ്തതാണ്. ഇത് പിന്നെ പൂവൊക്കെ തീർന്നിട്ട് ഇത് മഞ്ഞയാണ് കേട്ടോ. അത് കൊങ്ങിണിയാണ് പിന്നെ പൂച്ചെടി. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഇലച്ചെടിയാണിത്. ഇതിങ്ങനെ 2 പിന്നെ നമ്മൾ മഴക്കാലത്ത് വേറൊരു കളറും അതുപോലെ തന്നെ പിന്നെ വേനൽക്കാലത്ത് വേറൊരു കളറായിട്ടാണ് വരുന്നത് ഇപ്പോൾ കേട്ടോ. അതിൻ്റെ തന്നെ ഡിഫറൻറ്റ് കളർ ഇവിടെ ഉണ്ട്.
പിന്നെ നമ്മളടുത്ത് ഇവിടെ റോസ്, ഇതിൻ്റെ ഈ പൂവിൻ്റെ ഒക്കെ സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ കട്ട് ചെയ്തിട്ടില്ല. ഒന്നുകൂടി പിന്നെ അത് കുറച്ചൊക്കെ ഒരു കളറുണ്ടായതുകൊണ്ട് അവിടെ നിർത്തിയതാണ്. ഈ പൂ വരുന്നത് പെട്ടെന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേറെ പൂക്കളുണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതൊരു റോസ്, ഇത് നല്ല കളറുള്ളത് പടർന്ന് ഇങ്ങനെ പോകണം കേട്ടോ. നമ്മളിതിമേ ഈ കമ്പുമ്പോൾ ഇങ്ങനെ കെട്ടിയിട്ട് ഒരു കവുങ്ങിൻ്റെ പിന്നെ ഇതാണ് പിന്നെ അലകാണിത് വെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ പടർന്ന് പോണതാണ് ഈ ഒരു ചെടി. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ മുന്നിൽ ഇവിടെ ചെമ്പരത്തി ഉണ്ട് കേട്ടോ. ചെമ്പരത്തി ഇതൊരു എന്താ പറയുക, മഞ്ഞ കളറാണിത്. അപ്പോൾ പൂവുണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പൂവ് പറഞ്ഞാൽ ഒരു പ്രത്യേക കാണാൻ ഭംഗിയുള്ളൊരു പൂവാണ് കേട്ടോ. അതൊരു പൂത്തിരി കത്തിയ ഒരു സൂര്യൻ ഉദിച്ച് വരുന്ന മാതിരിയൊക്കെ ഒരു സൂര്യൻ നമ്മൾ വരക്കൂല, അതുപോലെയാണ് ഇതിൻ്റെ പൂ കേട്ടോ. ഇത് കോളാമ്പിയാണ്, കോളാമ്പി മഞ്ഞയാണിത്. പിന്നെ ഇതൊരു ഇലച്ചെടിയാണ്. ഈ ഇലച്ചെടിൻ്റെ പ്രത്യേകത പറഞ്ഞത് എപ്പോഴും ഈ ഒരു കളറുണ്ടാവും. ഇതിൻ്റെ അടിഭാഗം പിന്നെ റെഡ് കളറായിട്ടാണ് വരുന്നത് കേട്ടോ. അടിഭാഗമാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗം. മേൽഭാഗത്തേക്കാണെങ്കിൽ ഇത് ഈ ചെടി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അടിഭാഗമാണ് നല്ല ഭംഗിയുള്ളത്, പുറഭാഗം അത്ര ഭംഗിയില്ല. ഇത് റോസാണ് കേട്ടോ. ഇത് പൂവിടുന്നില്ല കേട്ടോ. അത് ഒരുപാട് വലിപ്പം ഇങ്ങനെ വലിയൊരു മരമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതെന്താവുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിർത്തിയതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു തെച്ചി, ഇത് ഒരു 10-14 വർഷം പഴക്കമുള്ള തെച്ചിയാണ് കേട്ടോ. ഇത് നല്ല റെഡ് കളർ, പൂജക്കൊക്കെ എടുക്കണ പിന്നെ തെച്ചി അറിയില്ലേ, ആ കളറാണ് ഇതിൻ്റെ കേട്ടോ. നമ്മൾ നല്ല പിന്നെ കൊലകൊലായിട്ടുണ്ടാകുന്ന ഒരു തെച്ചിയാണിത്. നമ്മളിവിടെ തെച്ചി എന്നാണ് പറയുക, ചിലർ തെറ്റി എന്ന് പറയും, അങ്ങനെ പല പേരുകളും അറിയുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ തെച്ചി എന്നാണ് ഇതിന് പറയുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചെടിമ ഇങ്ങനെ ഒരു പൂവുണ്ട് കേട്ടോ. ഇതിന് എപ്പോഴും ഇങ്ങനെ പൂവുണ്ടാവും, അത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ചില്ലേ ഒരു റോസ്, ഇതിങ്ങനെ വള്ളി പോലെ പടർന്നു പോകണതാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഈ ഒരു പിന്നെ നേരത്തെ കാണിച്ചില്ലേ അതിൻ്റെ അങ്ങനെ തന്നെ ഇതാണ് ഒരു ചെടിയാണിത്. പിന്നെ റോസാണ്. ഇത് നല്ല കൊലകൊലായിട്ടുണ്ടാവും. ഒരു കൊലയിൽ 10-50 പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ. അത് അത്രയ്ക്ക് നല്ല ഭംഗി, നല്ല കളറുള്ളൊരു റോസ് ചെടിയാണിത്. പിന്നെ ഇതിപ്പോൾ അടുത്ത് പൂവുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു സീസൺ ചെടിയാണെന്ന് പറഞ്ഞിരുന്നു, എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷേ നമ്മളവിടെ ഇതിപ്പോൾ ഒരു സീസണിൽ ഒരു 4 പ്രാവശ്യം പൂവിടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത് പൂവിടാനായിട്ടുണ്ട്. അതിനിങ്ങനെ അതിൻ്റെ അടിഭാഗമൊക്കെ വെള്ളം കൂടി വരുന്നുണ്ട്. പിന്നെ ഇതൊരു കോളാമ്പി പോലുള്ളൊരു റോഡ് സൈഡിലൊക്കെ കാണുന്ന ഒരു ചെടിയാണ്. ഇത് പൂവിട്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ റോസ്, ഈ പൂവിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്യാനായിട്ടുണ്ട്. ഇതൊരു വലിയൊരു വെള്ളിയല്ല, എന്നാൽ ഒരു പിങ്ക് കളറായിട്ട് ഇങ്ങനെയുള്ള ഒരിതാണ്. ഇത് വിരിഞ്ഞ് വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ കളർ കേട്ടോ. പക്ഷേ നമ്മൾ വിരിഞ്ഞാലിത് കളറ് വേറെ ചേഞ്ച് ആവുന്നുണ്ട്. പിന്നെ നമ്മളവിടെ ഒരു ഇലച്ചെടി കാണിച്ചില്ല, അതിൻ്റെ വേറൊരു കളറാണ്. ഇത് വെറും പച്ച കളറാണ് കേട്ടോ. ചിലപ്പോൾ ഇത് മഞ്ഞ ആവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതുണ്ടല്ലേ, ഈ ചെടീൻ്റെ ഇത് ഞാൻ പിന്നെ ഇന്നലത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു. ഒരു പൂവ്, ഒരു നീലപ്പൂവ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടത്. ഇത് എപ്പോഴും ഇതിൻ്റെ പിന്നെ ഇത് നല്ല കളറാണെങ്കിൽ ഇത് പെട്ടെന്ന് ഇത് പിന്നെ കൊഴിഞ്ഞാടിപ്പോട്ടെ. ഒരു 2-3 മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ കാലാവധി തീരും. പിന്നെ ഇവിടെ ഇലച്ചെടിയാണ് കേട്ടോ. ഈ ഇലച്ചെടി ഇവിടെ 2-3 ഇലച്ചെടികളുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ നമ്മളവിടെ ഈ ഒരു ചെടി പിന്നെ അത് കുറേ ഉണ്ടായിരുന്നു, നമ്മളെടുത്തുണ്ടായിരുന്നു. അത് കുറച്ച് നമ്മൾ പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, വേറെ ആൾക്ക് കൊടുത്ത്. അപ്പോൾ ആ ചട്ടികളൊക്കെ ഇപ്പോൾ അവിടെ അതിനൊക്കെ കാലിയായിട്ടിരിക്കുകയാണ്. ഇനി അതിൽ വീണ്ടും അത് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് റോസാണ് കേട്ടോ. ഈ റോസ് ഇത് നല്ല പിന്നെ തിക്കായിട്ടുണ്ടാവും. ഇതിനുള്ള പ്രശ്നം എപ്പോഴും ഒരു കേടാണ്. ഇപ്പോൾ നമ്മൾ കേടാവുമ്പോൾ നമ്മളിത് പിന്നെ മരുന്നൊക്കെ അടിച്ച് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പിന്നെ നമ്മളെ ഈ ഒരു ഇതിലത്തെ ഏകദേശം ഇതിൽ വളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനൊന്ന് വളം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് വളം ചെയ്യുന്നതോട് കൂടി തന്നെ ഇതൊന്ന് ഇതിലുള്ള ഇടയിൽ നിന്ന് ഈ പഴയതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. അങ്ങനെ ഒരു പിന്നെ ട്രീറ്റ്മെൻറ്റ് ഇതിന് ചെയ്ത് കൊടുക്കുകയാണ്. എന്നാലേ ഇത് നമ്മൾ വിചാരിച്ച അത്ര ഉഷാറാവുള്ളൂ. ഇത് നിറയെ പൂക്കളുണ്ടായിരുന്നു പ്രാവശ്യം. പൂക്കൾ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ
റെഡ് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. റെഡ് പ്ലാന്റ് വെച്ചതിലൊക്കെ അടിയിൽ നല്ല കളകളുണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല കളകളുണ്ട് ഇവിടെ. ഒക്കെ ഇപ്പോൾ ഇനി പറിച്ച് മാറ്റണം. ഇതിൽ നല്ല ഉഷാറായിട്ട് ഉണ്ടാവണം. നമ്മൾ കുറച്ച് ഇതായിട്ടുള്ളൂ വെച്ചിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ കേട്ടോ. ഒരു മാസമായിട്ടുള്ളൂ. എന്തെങ്കിലും ഇത് കാണാൻ നല്ല ഭംഗിയോടുകൂടി വളരുന്നുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയാണിത്. ഇത് റെഡ് പ്ലാന്റിന് ഇനി നല്ല കളറാവാനുണ്ട് കേട്ടോ. ആ കളറിങ്ങനെ ആകുമ്പോൾ അത് നമുക്ക് നല്ലൊരു ഭംഗിയാവും. ഈ കുളത്തിൻ്റെ ചുറ്റും ഇതിങ്ങനെ നമ്മൾ വ്യാപകമായിട്ട് പിന്നെ പറിച്ച് നട്ടുമ്പോൾ അതിനെ ഒരു കാണാൻ ഒരു നല്ല ഭംഗിയായി. കാരണം ഇതിവിടെ നമ്മൾ വെട്ടത് കുറേയൊക്കെ പിടിച്ചിട്ടുണ്ട്, കുറേ പോയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആമ്പൽ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആമ്പൽ പിന്നെ ആ നെറ്റിൻ്റെ ഇത് ഞാൻ രാവിലെ ഒന്ന് പുറത്തേക്ക് വെച്ച് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അത് ഇങ്ങനെ പുറത്ത് കാണുന്നത്. മറ്റേ നെറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിന്നിട്ട് പിന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ വിരിയുന്നു. അപ്പോൾ നമ്മൾ നെറ്റ് ഇത് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് അപ്പുറത്തുള്ള ആ കുളത്തേന്, ആ കുളം പൊട്ടിയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചെടി ഇങ്ങോട്ട് മാറ്റിയത്. അത് ആദ്യം അതിലുണ്ടായിരുന്നതാണ് കേട്ടോ. അതിൻ്റെ ഒരു തൈ ഉണ്ടായിട്ട് നമ്മൾ പിടിപ്പിച്ചതാണത്. അപ്പോൾ പുതിയ തൈകളും അത് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ അത് ഇവിടുത്തെ കാണാൻ ഒരു ഭംഗിയുള്ള ഒരു ചെടി ഇതാണ്, കണ്ടില്ലേ. ഇത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഞ്ഞ കളറും ഇതിൽ ഇടയിൽ ഇടഭാഗത്തുള്ള പിന്നെ ഉൾഭാഗത്തൊക്കെ പച്ച പിന്നെ കളറുണ്ട് കേട്ടോ. ഇത് നമുക്ക് പിന്നെ ഇത് പിന്നെ നല്ലൊരു വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വേര് പിടിക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് വീടിൻ്റെ അകത്തും ഒക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ നല്ലൊരു പിന്നെ ഇതാണ്. ഇപ്പോൾ വീടിൻ്റെ അകത്ത് വേണമെങ്കിൽ ഇത് വെക്കാം. ഇതിൻ്റെ ചെറിയ കമ്പ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വേര് പിടിക്കും കേട്ടോ. ഇത് നല്ല തിക്കായിട്ട്, ഇത് നമ്മളൊന്ന് കട്ട് ചെയ്താണ് കേട്ടോ. ഇത് തിക്കായിട്ട് ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് കൊമ്പുകൾ എടുക്കുക. പിന്നെ നമ്മൾ ചെറിയ കുപ്പികളിലൊക്കെ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ നല്ലൊരു ഭംഗിയായി. കാരണം ഇതിൻ്റെ പിന്നെ നല്ല ഇല, ഇത് ഇവിടെയൊക്കെ പച്ച സൈഡാണ് കേട്ടത്, പച്ചയും മഞ്ഞ സൈഡ് വരുന്നുണ്ട്. ഇതിൻ്റെ മുകൾഭാഗമൊക്കെ പിന്നെ കളറാണ്. ഇത് ഇനി കുറച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ ആകുമ്പോൾ ഇതിന് പച്ചയും മഞ്ഞയും കൂടി ഒരു മിക്സായിട്ട് വരും കേട്ടോ. ഇത് നമുക്ക് വീടിൽ പിന്നെ വീടിൻ്റെ ഉള്ളിൽ ഇൻഡോർ ആക്കിയിട്ട് വേണമെങ്കിൽ വെക്കാവുന്നതാണ്. അവിടെ ഒരു പിന്നെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഒരു വേറൊരു ചെടിയുണ്ട്. ഇതിൻ്റെ പേരറിയില്ല, ഒരു കള്ളിച്ചെടിയാണ്. നല്ല കറയാണ് ഇതിന് കേട്ടോ. അതിൻ്റെ പിന്നെ ഇലയൊക്കെ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കറ ഇറ്റി പോകും. റബ്ബറിൻ്റെ പാലിൻ്റെ മാതിരി ഇങ്ങനെ നല്ലൊരു കറ ഉള്ള ഒരു ചെടിയാണ്. പിന്നെ അപ്പുറത്ത് കണ്ടില്ല, ഇതൊരു ഓലച്ചെടി. ഇത് പിന്നെ നല്ല തിക്കായിട്ടുണ്ട്. നമുക്ക് ഇനി അത് അവിടെ നിന്ന് കട്ട് ചെയ്യണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ റെഡ് പ്ലാന്റൊക്കെ അവിടെ വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് എല്ലാവരും ഒന്ന് തൊട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ തൊട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ലൈക്കായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒരുപാട് ആളിലേക്ക് എത്താൻ അതൊരു സഹായമാകും കേട്ടോ. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. പിന്നെ അതായത് എന്തെങ്കിലും നിർദ്ദേശം തരാനുണ്ടോ അതും പിന്നെ അറിയിക്കുക കേട്ടോ. ഈ ചെടിയെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിവുണ്ടെങ്കിൽ നമ്മളായിട്ട് പങ്കുവെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും അത് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്കും ഒരു ഉപകാരമാകുമല്ലോ. അതുകൊണ്ടാണ് കമൻറ്റ് രൂപത്തിലൊന്ന് അറിയിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ചെടി ഇതിങ്ങനെ മൊട്ട് ആയി വരണുള്ളൂ കേട്ടോ. ഇതൊരുപാട് ദിവസമായി ഇത് നമ്മളിതിങ്ങനെ മൊട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിൻ്റെ മൊട്ട് വളരുന്നില്ല, ഇതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് 5-6 വർഷമായി ഇത് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇത് പൂവിടും എന്ന് കരുതിയിട്ട് പൂവിടുന്നില്ല. പൂവിട്ടില്ലെങ്കിലും ഇത് കാണാൻ ഭംഗിയാണ് കേട്ടോ. അത് അതുപോലെ തന്നെ വേണ്ടിയില്ലേ ഈ തെച്ചിയും എപ്പോഴും പൂവാണ്. അതുപോലെ അതിൻ്റെ ഒരു തൈ ഇവിടെ ഉണ്ടായതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ തൈമേലടക്കം പൂക്കളുണ്ട്. ഇതൊക്കെ ഇനി പൂക്കളിടണതാണ് കേട്ടോ. ഇതിൻ്റെ തൈനുള്ളൊരു പ്രത്യേകത പറഞ്ഞാൽ അടിഭാഗത്തു നിന്ന് തന്നെ പെട്ടെന്ന് പൂക്കളുണ്ടാവും. ഇതിന് ചെറിയ തൈ ആകുമ്പോൾ തന്നെ പൂക്കളുണ്ടാവും. അപ്പോൾ ഞാൻ വല്ലാതെ ഈ വീഡിയോ നീട്ടിക്കൊണ്ടൊന്നുമില്ല. ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയാമെന്ന് കരുതരുത്. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ അമർത്തുക കേട്ടോ. അപ്പോൾ ഞാൻ ഇനി പിന്നെ
പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.